ഹായ് ഫ്രണ്ട്സ്, HM ഗൈഡൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്തിലെ പ്രിയാമ്പിൾ എന്ന ടോപ്പിക്കാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ പ്രിയാമ്പിള്. പ്രിയാമ്പിൾ തുടങ്ങുന്നത് എങ്ങനെ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതായത് നമ്മുടെ ഇന്ത്യയിൽ പരമാധികാരം കൊടുത്തിട്ടുള്ളത് നമ്മുടെ ജനങ്ങൾക്ക് തന്നെയാണ്. പിന്നെ ഇതിൽ പറയുന്നത് നമ്മുടെ രാജ്യം സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്, ഇങ്ങനെയുള്ള ഒരു പരമാധികാര സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആണ് നമ്മുടെ ഇന്ത്യ എന്നാണ് പ്രിയാമ്പിൾ പറയുന്നത്. അതുപോലെ ഇത് ഉറപ്പുവരുത്തേണ്ട ജസ്റ്റിസ്, എന്തൊക്കെ കാര്യത്തിൽ? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അതേപോലെ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, fraternity assuring the dignity of individual and the unity and integrity of the nation. പിന്നെ നമ്മുടെ ഈ പ്രിയാമ്പിളിൽ പറയുന്ന ഒരേ ഒരു ഡേറ്റ് ആണ് 1949 നവംബർ 26. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്തതിന് ശേഷം നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ഈ ഡേറ്റ് ആണ് 1949 നവംബർ 26. ഈ ഒരു ഡേറ്റ് മാത്രമാണ് നമ്മുടെ ഈ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ ഈ പ്രിയാമ്പിളിന്റെ ഒരു മലയാളം വേർഷൻ ആണ്. അത് ഞാൻ വെറുതെ ഒന്ന് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് നോക്കി ഒന്ന് വായിച്ചാൽ മതി. അത് ഇനി പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അതായത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇൻഗ്രീഡിയന്റ് ഓഫ് ദി പ്രിയാമ്പിൾ. ദ പ്രിയാമ്പിൾ റിവീൽസ് 4 ഇൻഗ്രീഡിയന്റ് ഓർ കമ്പോണൻസ്. 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പ്രിയാമ്പിളിൽ പറയുന്നത്. നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതായത് ഫസ്റ്റ് പറഞ്ഞ സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ അതോറിറ്റി ആരിലാണ് എന്നുള്ളതാണ് ഫസ്റ്റ് പറഞ്ഞത്. ദ പ്രിയാമ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിറൈവ്സ് ഇറ്റ്സ് അതോറിറ്റി ഫ്രം ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള പരമാധികാരം ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നെയാണ് ഇതിന്റെ അതോറിറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് പറഞ്ഞ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. എങ്ങനെയുള്ള സ്റ്റേറ്റ് ആണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത്. ഇറ്റ് ഡിക്ലെയർസ് ഇന്ത്യ ടു ബി ഓഫ് എ സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കൻ പോളിറ്റി. അതായത് ഇന്ത്യ പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഇനി പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് സ്പെസിഫൈ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. അപ്പോൾ ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഇനി ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പ്രിയാമ്പിളിൽ പറയുന്നത് പറഞ്ഞല്ലോ. അതായത് 1949 നവംബർ 26 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രിയാമ്പിളിനെ ഓരോന്നായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. അതായത് പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് ആണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ആളാണ് KM മുൻഷി. പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് എന്നാൽ രാഷ്ട്രീയ ജാതകം. പിന്നെ NA പൽക്കിവാല എന്താ പറഞ്ഞത്? ഐഡന്റിറ്റി കാർഡ്, അതായത് തിരിച്ചറിയൽ കാർഡാണ് നമ്മുടെ ഈ പ്രിയാമ്പിൾ എന്നാണ് NA പൽക്കിവാല പറഞ്ഞത്. ഇനി ഏണസ്റ്റ് ബാർക്കർ എന്താണ് പറഞ്ഞത്? കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയുടെ താക്കോലെന്ന്. ഇനി അടുത്ത താക്കൂർദാസ് ഭാർഗവ്, അദ്ദേഹം പറഞ്ഞത് എന്താ? ഹാർട്ട് ആൻഡ് സോൾ, അതായത് ഹൃദയവും ആത്മാവും എന്നാണ് താക്കൂർദാസ് ഭാർഗവം പറഞ്ഞിട്ടുള്ളത്. ഇനി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചതാണ് സോൾ ആൻഡ് കീ, അതായത് ആത്മാവും താക്കോലും. ഇനി ഇത് ഓർക്കാൻ ഞാനൊരു കോഡ് പറയാട്ടോ. എന്റെ കോഡല്ല, ഞങ്ങളുടെ സാറ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കോഡാണ്. അതായത് KM മുൻഷി പറഞ്ഞത് പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ്, രാഷ്ട്രീയ ജാതകം. ഈ നമുക്ക് ഈ മുൻഷി എന്ന് പറയുമ്പോൾ സാധാരണ ഓർമ്മ വരുന്നത് എന്താ? കൈരളി TV പണ്ടുണ്ടായിരുന്ന ആ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, മുൻഷി എന്ന് പറഞ്ഞത്. അപ്പൊ അവരെന്താണ് ചർച്ച ചെയ്യല്? രാഷ്ട്രീയ അല്ലേ അവര് അന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ മുൻഷി രാഷ്ട്രീയം, അങ്ങനെ തന്നെ ഓർക്കാം. ഇനി NA പൽക്കിവാല ഐഡന്റിറ്റി കാർഡ് എന്നാണല്ലോ. അപ്പൊ നമ്മള് വെറുതെ പറയാ NA തിരിച്ചറിയൂ എന്നുള്ളത്, NA തിരിച്ചറിയൂ എന്നുള്ളത് തിരിച്ചറിയൽ കാർഡ് എന്ന് എടുക്കണം. പിന്നെ ഏണസ്റ്റ് ബാർക്കർ എന്നുള്ളതിൽ നിന്ന് BAR, ബാർക്കർത്തെ BAR എന്നുണ്ടല്ലോ, ബാർ എന്ന് വായിക്കാം നമുക്ക്. അപ്പൊ ബാറൊക്കെ തുറക്കണമെങ്കിൽ നമ്മുടെ അടുത്തൊരു കീ വേണല്ലോ ബാറൊക്കെ തുറക്കാന്. അപ്പൊ കീ ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ. ഇനി താക്കൂർദാസ് ഭാർഗവ. ഈ ഭാർഗവ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഭാർഗവി നിലയം എന്നൊക്കെ പറഞ്ഞാല് ഒരു പ്രേതത്തിന്റെ ഒരു ഇത് വരുമല്ലോ. പ്രേതം എന്ന് പറഞ്ഞാല് ആത്മാവ്. അപ്പൊ ആത്മാക്കൾക്ക് ഹൃദയം ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആത്മാവും ഹൃദയം എന്ന് പറഞ്ഞ ആളാണ് താക്കൂർദാസ് ഭാർഗവ.
ഇനി നെഹ്റു പറഞ്ഞത് ആത്മാവും താക്കോലും എന്ന് തന്നെയാണ്. അത് പിന്നെ നമ്മൾ അങ്ങോട്ട് ഓർത്തു വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഓർക്കാം, നെഹ്റുവിന്റെ ആത്മാവിന്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ താക്കോല് എന്നുള്ളത് വെറുതെ അങ്ങോട്ട് ഓർത്തു വെക്കാം. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഓരോരുത്തർ എന്തൊക്കെയാ വിശേഷിപ്പിച്ചതെന്ന് നോക്കാം. ക്വാസി ഫെഡറൽ എന്നാണ് KC വീർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ക്വാസി KC അങ്ങനെ തന്നെ ഓർക്കുക, KC ക്വാസി. ഓക്കെ. പിന്നെ ഐവർ ജെന്നിങ്സ് പറഞ്ഞിട്ടുള്ളത് ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി. പിന്നെ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞത് ഗ്രാൻവിലെ ഓസ്റ്റിൻ. അപ്പൊ ഈ കോപ്പറേറ്റീവ് എന്നൊക്കെ പറഞ്ഞ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഒക്കെ നമുക്കറിയാലോ. ഈ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നൊക്കെ നമുക്ക് ഗ്രാൻസ് ലഭിക്കും എന്നുള്ളത്, ഗ്രാൻഡ് ആയിട്ട് കുറച്ച് കിട്ടും എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഗ്രാൻഡ് എന്ന് പറഞ്ഞാല് ഗ്രാൻവിലെ ഓസ്റ്റിനത്തെ ഗ്രാൻഡ് എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പൊ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് നമുക്ക് ഗ്രാൻഡ് കിട്ടും എന്നുള്ളത് ഓർക്കുക. കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ഫെഡറലിസം, ഗ്രാൻഡ് എന്ന് പറഞ്ഞാല് ഗ്രാൻവിലെ ഓസ്റ്റിൻ. ഈ യൂണിറ്ററി ആസ് വെൽ ആസ് ഫെഡറൽ പറഞ്ഞ ആളാണ് Dr. BR അംബേദ്കർ. മറ്റേ രണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ആദ്യമായി ഒരു പ്രിയാമ്പിളോട് കൂടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്. ഇന്ത്യ ഈ പ്രിയാമ്പിൾ എന്നുള്ള കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇസ് ദ ഇൻട്രൊഡക്ഷൻ ഓർ പ്രിഫൈസ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രിഫൈസ് ആണ് ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ പ്രിയാമ്പിൾ ഇസ് ദി ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. പിന്നെ ഈ പ്രിയാമ്പിളിന്റെ ആർക്കിടെക്ട് എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഉണ്ടല്ലോ, 1946 ഡിസംബർ 13 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് നമ്മുടെ ഈ ഒരു പ്രിയാമ്പിൾ ആയിട്ട് മാറിയത്. 1947 ജനുവരി 22 നമ്മൾ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ഈ പ്രിയാമ്പിൾ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെ ആർക്കിടെക്ട് ഓഫ് ദി പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ പ്രിയാമ്പിൾ ഡിക്ലെയർ ദാറ്റ് ദി സോവറിനിറ്റി ഓർ സുപ്രീം പവർ ഇൻ ഇന്ത്യ ബിലോങ്സ് ടു ദി പീപ്പിൾ. ഈ നമ്മുടെ പ്രിയാമ്പിൾ ഡിക്ലെയർ ചെയ്യുന്നത്, സോവറിനിറ്റി പരമാധികാരം അല്ലെങ്കിൽ സുപ്രീം പവർ കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്കാണ്. അത് നമ്മൾ കണ്ടല്ലോ. ഇത് തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് എന്നുള്ളത്. ദി ഓപ്പണിംഗ് വേർഡ് ഓഫ് ദി പ്രിയാമ്പിൾ ആർ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ദ ഓൺലി ഡേറ്റ് മെൻഷൻ ഇൻ ദി പ്രിയാമ്പിൾ 26 നവംബർ 1949. ഇത് നമ്മൾ പറഞ്ഞു. ദ പ്രിയാമ്പിൾ ഹാസ് ബീൻ അമെൻഡഡ് ഓൺലി വൺസ്. അതായത് നമ്മുടെ ഈ പ്രിയാമ്പിൾ ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് അമെൻഡ് ചെയ്തിട്ടുള്ളത്. അത് ഈ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് പ്രകാരമാണ് നമ്മുടെ ഈ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളത്. ഈ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പാസ്സാക്കിയത് 1976 ഈ അമെൻമെന്റോട് കൂടി ഒരു 3 പുതിയ വേർഡ്സ് നമ്മുടെ ഈ പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്തു. അതാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. ഈ സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി എന്നുള്ള 3 വേർഡ് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിലൂടെ 1976 നമ്മുടെ ഈ പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്തു. ഇങ്ങനെ ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മുടെ ഈ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളത്. അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പിന്നെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി. ഈ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പാസ്സാക്കുന്ന സമയത്തുള്ള പ്രസിഡന്റ് ആണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആണ് ഇന്ദിരാഗാന്ധി. ഓക്കെ. ഇനി നമ്മുടെ ഈ പ്രിയാമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കേസുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് 2 കേസാണുള്ളത്. ബെറുബറി കേസ് 1960. ഈ ഒരു കേസിലാണ് പ്രിയാമ്പിൾ ഈസ് നോട്ട് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴൊക്കെ നമ്മൾ പറയുന്നത് പ്രിയാമ്പിൾ ഈസ് ദി പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. എന്നാൽ അന്നത്തെ ആ കേസിൽ പറഞ്ഞിട്ടുള്ളത് പ്രിയാമ്പിൾ ഈസ് നോട്ട് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അതിനുശേഷം 1973 വന്നൊരു കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഈ ഒരു കേസിലാണ് അല്ലെങ്കിൽ സുപ്രീം കോടതി ഇത് പറഞ്ഞിട്ടുള്ളത് എന്ത്, പ്രിയാമ്പിൾ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇറ്റ് ക്യാൻ ബി അമെൻഡഡ് അണ്ടർ ആർട്ടിക്കിൾ 368 വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യാതെ നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കേസിലൂടെയാണ്. ഇത് ഈ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ദി സുപ്രീം കോർട്ട് ഇൻ ദിസ് കേസ്. ഈ ഒരു കൺസെപ്റ്റ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു കേസിലൂടെ തന്നെയാണ്.
അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള 2 കേസാണ് പ്രിയാമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ബെർബറി കേസ് 1960, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973. ബെർബറി കേസിൽ പറഞ്ഞിട്ടുള്ളത് പ്രിയാമ്പിൾ ഈസ് നോട്ട് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 പറഞ്ഞിട്ടുള്ളത് പ്രിയാമ്പിൾ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അപ്പോൾ ഫ്രണ്ട്സ്, കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിൾ എന്നൊരു ടോപ്പിക്കും നാം ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ഭാഗത്തു നിന്ന് PSC ചോദിച്ചിട്ടുള്ള എല്ലാ ഫാക്റ്റും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൂടുതലായിട്ടൊന്നും ഈ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതില്ല. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്